സർ, നമ്മുടെ സംസ്ഥാനം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ IT മേഖലയിലും സ്റ്റാർട്ടപ്പുകളിൽ പ്രത്യേകിച്ചും നല്ല പുരോഗതിയാണ് ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2016 ശേഷമുള്ള സ്ഥിതി എടുത്താൽ 5443 സ്റ്റാർട്ടപ്പുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 2662 എണ്ണം കഴിഞ്ഞ 2 വർഷ കാലയളവിൽ പ്രവർത്തനം ആരംഭിച്ചവയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ, അതായത് 2016 വരെ 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. 2016 ശേഷം സ്റ്റാർട്ടപ്പുകളിൽ 5600 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ നിക്ഷേപം 1200 കോടി രൂപയാണ്. 2016 വരെ 207 കോടി മാത്രമായിരുന്നു നിക്ഷേപം. ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സർ, ടെക്നോ പാർക്കിൽ 2016 ശേഷമുള്ള കണക്കെടുത്താൽ 490 പുതിയ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 75,000 തൊഴിലവസരങ്ങൾ ഈ 2016 ശേഷം ഇവിടെ പുതുതായി സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ 2016 ശേഷം 583 പുതിയ കമ്പനികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെയും 70,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മാറ്റമാണ് പൊതുവെ IT രംഗത്ത് ഉണ്ടാകുന്നത്. സൈബർ പാർക്കിൽ 2016 ശേഷം 83 പുതിയ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. 2200 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിപ്പ, കോവിഡ്, സിക്ക, ചിക്കൻ ഗുനിയ തുടങ്ങി 80-ലേറെ വൈറസുകളെ പരിശോധനയുടെ കണ്ടെത്തുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. രോഗപ്രതിരോധത്തിനോടൊപ്പം വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്കും ഇവിടെ സൗകര്യമൊരുക്കും. അതോടൊപ്പം തന്നെ മൈക്രോബയോം ഗവേഷണത്തിനായി സംസ്ഥാനത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരേ പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയുടെ സൂക്ഷ്മാണു വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഇതിലൂടെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർ, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിന് ആരംഭിച്ച കെ-ഫോൺ പദ്ധതി ഇതുവരെ 10,080 വീടുകൾക്കുള്ള വാണിജ്യ കണക്ഷനുകൾ ഉൾപ്പെടെ 15,753, 21,506 സർക്കാർ ഓഫീസ് ഉൾപ്പെടെ 37,259 കണക്ഷനുകളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5,856 കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഗളി, അട്ടപ്പാടി, കോട്ടൂർ തുടങ്ങിയ ആദിവാസി ഊരുകളിലും കെ-ഫോൺ സേവനം ഇപ്പോൾ ലഭ്യമാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുതിയ കണക്ഷനുകളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് എൻ്റെ കെ-ഫോൺ എന്ന മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർ കേന്ദ്രമായുള്ള ഏഷ്യൻ ടെലികോമിൻ്റെ 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ ഇൻ ഇന്ത്യ പുരസ്കാരം ഇക്കൊല്ലം കെ-ഫോണിനാണ് ലഭിച്ചത്. സർ, പൊതുജനാരോഗ്യ രംഗത്ത് ആർദ്രം മിഷൻ്റെ ഭാഗമായി താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ജില്ലാതല ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളെ
മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനുള്ള നടപടികൾ തുറന്നു വരികയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ 1005 അധിക തസ്തികകൾ നേരത്തെ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ 42,50,000 വരുന്ന കുടുംബങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകി വരുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ പുരസ്കാരങ്ങളാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ലഭിച്ചിട്ടുള്ളത്. സർ, മലയോര തീരദേശ ഹൈവേകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. ദേശീയപാത വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ 4 റീച്ചുകൾ പൂർത്തീകരിച്ചു. മറ്റ് റീച്ചുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന് 25% സാമ്പത്തിക വിഹിതം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകിയ കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം 793 കിലോമീറ്റർ ദീർഘമുള്ള ഹൈവേയാണിത്. 149 കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയായി. 297 കിലോമീറ്റർ റോഡാണ് പ്രവൃത്തി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തീരദേശ ഹൈവേയുടെ കാര്യത്തിൽ 474 കിലോമീറ്റർ ദൈർഘ്യമാണിതിന്. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ തുറന്നു വരികയാണ്. പുനരധിവാസ പാക്കേജിന് 194 കോടി രൂപയുടെ ധനാനുമതി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ഡിസംബറോടെ 150 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് തുരങ്കപാത. ആ തുരങ്കപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിലാണ്. 1ാം ഘട്ടത്തിന് വനം മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയായി ടെൻഡർ നടപടികൾ ഉടനെ പൂർത്തിയാക്കാനാവും. കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമതീര കനാലിൻ്റെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടന്നു വരികയാണ്. 36 ബോട്ട് ജെട്ടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2 പാലങ്ങളുടെയും 1 ലോക്കിൻ്റെയും നിർമ്മാണവും 5 റീച്ചുകളിലായി നടന്നു വരുന്ന വടകര മാഹി കനാലിൻ്റെ 3 റീച്ചുകളിലെ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതിയുടെ വിശദ വിവരങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അത് മുഴുവൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. എറണാകുളം ജില്ലയിലെ ഗതാഗത സൗകര്യവും ടൂറിസവും മെച്ചപ്പെടുത്തുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി, ഈ പദ്ധതിയുടെ 10 ടെർമിനലുകൾ പ്രവർത്തിച്ചു വരികയാണ്. 4 ടെർമിനലുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 24 ടെർമിനലുകളുടെ നിർമ്മാണത്തിനായുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. നിലവിൽ 7 ബോട്ടുകൾ സർവീസ് നടത്തി വരുന്നു. കൊച്ചി മെട്രോ ഫേസ് 1ൻ്റെ അവസാന ഘട്ടമായ SN ജംഗ്ഷൻ തൃപ്പൂണിത്തുറ സ്ട്രെച്ച് പൂർത്തിയാക്കി സർവീസ് ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രശ്നങ്ങൾ രാവിലെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഇതിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ട്രയൽ പുരോഗമിക്കുകയാണ്. തുറമുഖത്തിൻ്റെ 1ാം ഘട്ടം 2024 സെപ്റ്റംബറോടെ പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 3050 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണമാണ് പൂർത്തിയാക്കേണ്ടത്. ഇതിൽ 2975 മീറ്റർ പൂർണ്ണമായും പൂർത്തിയാക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കേണ്ട 800 മീറ്റർ ബർത്ത്, അതിൽ 760 മീറ്റർ ബർത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.